ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ആർക്കായാലും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ. എനിക്കും എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് സ്പൈസിനെക്കാട്ടും കൂടുതൽ സ്വീറ്റ്സ് ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പഴത്തിൻ്റെതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ്. അപ്പം കായ്പോളയൊന്നും ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. പഴവും മുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് പഴം ഒന്ന് വഴറ്റിയെടുക്കാം. പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് അതിവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഇട്ടതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മളെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായാണ് ഇട്ടോട്ടെടുക്കുന്നത്. അതിനിപ്പോൾ ഏലക്കായ ഇല്ലെങ്കിൽ വനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഒരു കാൽ കപ്പൊക്കെ പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ട് അടിച്ചിട്ട് വരാം. ഇനി ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മിക്സിയിൽ അടിക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഉപ്പിട്ടിട്ട് അടിച്ചോളാം കേട്ടോ. ഇനി ആ ഒരു മിക്സിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ നെയ്യ് തടവിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി പഴം എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ നമ്മൾ നിരത്തി കൊടുക്കാം. ഇതിൻ്റെ അടി കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.